നമ്മളവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇത് കച്ചവടക്കാരുടെ വെൽഫെയറിന് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പ്രവർത്തനങ്ങളിലൂടെ ബോധ്യപ്പെടുത്തി കൊടുത്താൽ തീർച്ചയായും ആളുകൾ ഈ സംഘടനയിലേക്ക് വരുമെന്ന കാര്യം സംശയമില്ല. അതോടൊപ്പം കള്ളനാണയങ്ങൾ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഇപ്പോൾ സംഘടന ഇതിനിടയ്ക്ക് തന്നെ ചില ആളുകൾ സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിന് നടപടിയെടുക്കേണ്ടി വന്നെന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെയുള്ള സംഘടന ഉണ്ടാകുമ്പോഴുള്ള പ്രശ്നം അതാണ്. ചില ആളുകൾ മറ്റ് താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് സംഘടനയിൽ കടന്നു വരാൻ ശ്രമിക്കും, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ. കാരണം ആളുകളൊക്കെ മനസ്സിൽ കുറച്ച് കാലോട് കഴിഞ്ഞാൽ UDF ഭരണമൊക്കെ വരാൻ പോവുകയാണ്, നമുക്ക് ഭരണമൊക്കെ കിട്ടാൻ പോകുക എന്നുള്ള ധാരണയിലാണ് ആളുകൾക്ക് ഉള്ളത്. അപ്പോൾ അതിനു വേണ്ടി പല താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് ആളുകൾ വരുന്നത്. അത്തരം ആളുകൾ നമ്മൾ തിരിച്ചറിയണം. ഈ പാർട്ടിയോട് കമ്മിറ്റ്മെൻറ്റുള്ള ആളുകൾ, ആ അത്തരം ആളുകൾ മാത്രമേ നിങ്ങൾ സംഘടനാ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ പാടുള്ളൂ. ഇപ്പോൾ ഇവിടെ പങ്കെടുത്ത ആളുകൾ എണ്ണം കുറവാണെങ്കിലും ഈ പങ്കെടുത്ത ആളുകളൊക്കെ പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയുടെ ഒരു ക്രീമാണ്, വളരെ പ്രധാനപ്പെട്ട പാർട്ടിയുടെ ആളുകളാണ്. അപ്പോൾ അവരെല്ലാവരും കൂടി ഒത്തുചേർന്നാൽ, എല്ലാവരും കൂടി കൂട്ടായി ശ്രമിച്ചാൽ തീർച്ചയായും ഇതിന് വളർച്ച ഉണ്ടാക്കാൻ കഴിയും എന്ന കാര്യത്തിൽ സംശയമില്ല. കൃഷ്ണേട്ടനാണ് നല്ല പരിചയമുള്ള, സംഘടനാ പ്രവർത്തന പരിചയമുള്ള നേതാവാണ്. അതുപോലെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, പല ആളുകളും പല തലങ്ങളിൽ കോൺഗ്രസിൻ്റെ ഭാരവാഹിത്വമുള്ള ആളുകളാണ്, വർഷങ്ങളായി പ്രവർത്തിച്ച് പരിചയമുള്ള ആളുകളാണ്. അപ്പോൾ അവരെല്ലാവരും ഒന്നിച്ചു ചേർന്നുകൊണ്ട് നല്ല ശ്രമങ്ങൾ, കൂട്ടായ ശ്രമങ്ങൾ നടത്തിയാൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. കാര്യം ഏത് സംഘടനക്കും എത്ര നല്ല രീതിയിൽ പ്രവർത്തിച്ചാലും കുറേ കഴിയുമ്പോൾ ആ സംഘടനാ രംഗത്തൊക്കെ ചില തെറ്റായ പ്രവണതകളൊക്കെ കടന്നു വരാറില്ല. ആളുകൾ നിരാശപ്പെടും. ഇപ്പോൾ വ്യാപാരി വ്യവസായ ഏകോപന സമിതി തന്നെ 1-2 പിളർപ്പ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അത് ആ സംഘടന കരുത്തുകൊണ്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. അതല്ലെങ്കിൽ എന്നും അത് പൊട്ടിപ്പൊളിഞ്ഞു പോകേണ്ടതാണ്. അപ്പോൾ ആ തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഒരു പുതിയ സംഘടന വരുമ്പോൾ തീർച്ചയായിട്ടും അതിന് നല്ല പ്രവർത്തനങ്ങൾ നമ്മൾ കാഴ്ചവെച്ചാൽ, നല്ല രീതിയിലുള്ള മുന്നേറ്റങ്ങൾ നമ്മൾ നടത്തിയാൽ ഈ സംഘടന ശക്തി പ്രാപിക്കാനുള്ള എല്ലാ സാഹചര്യവുമുണ്ട്. പാർട്ടി പ്രവർത്തകന്മാരുടെ, പാർട്ടിക്കാരായ കച്ചവടക്കാരുടെ, അതുപോലെ പാർട്ടിയുടെ പ്രാദേശിക ഘടകങ്ങളുടെ എല്ലാ പിന്തുണയും നിങ്ങൾക്കുണ്ടാവും. അതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ ചിട്ടയോടുകൂടി ഉള്ളൊരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കണം. കോൺഗ്രസ് ഒരുപാട് പോഷക സംഘടനകളുണ്ട്. അതിൽ നന്നായി പ്രവർത്തിക്കുന്ന സംഘടനകളുടെ എണ്ണം കുറവാണ്. കുറേ സംഘടനകൾ ഇങ്ങനെ ലെറ്റർ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമുള്ള വാർത്ത കൊടുക്കുക, ലെറ്റർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വാർത്ത കൊടുക്കുക, പത്രത്തിൽ വാർത്ത വരുത്തുക, അങ്ങനെയൊക്കെയുള്ള കുറേ സംഘടനകൾ. എന്നാൽ നന്നായി പ്രവർത്തിക്കുന്ന പോഷക സംഘടനകളുമുണ്ട്. ആ നന്നായി പ്രവർത്തിക്കുന്ന പോഷക സംഘടനകൾ ഒന്നായി മാറാൻ ഈ സംഘടന കഴിയുമെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അതിന് തുടക്കത്തിൽ ആദ്യകാലത്ത് ഒരു സംഘടന രൂപമെടുക്കുമ്പോൾ ആദ്യകാലത്താണ് വലിയ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടത്. സംഘടന തുടക്കം കുറിക്കുന്ന ആളുകൾ, ആദ്യകാലത്ത് അതിൻ്റെ പ്രവർത്തകന്മാരായി നിൽക്കുന്ന ആളുകൾക്ക് വലിയ അധ്വാനമാണ്. നന്നായി നടക്കേണ്ടി വരും. ചിലപ്പോൾ നിരാശ തോന്നും, ചിലപ്പോൾ മടുപ്പ് തോന്നും, ചിലപ്പോൾ ആളുകൾ ആക്ഷേപം കേൾക്കേണ്ടി വരും. പക്ഷെ അതൊക്കെ ആണെങ്കിൽ കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് സംഘടന വളരാൻ തുടങ്ങിയാൽ ഇന്ന ആളുകൾ യഥേഷ്ടത്തിലേക്ക് വന്നോളും. അപ്പോൾ അതിന് ഏറ്റവും തീർച്ചയായും ഈ സംഘടനയ്ക്ക് വളരാൻ അനുകൂലമായ ഘടകം. എല്ലാ വിഭാഗം ആളുകളെയും നിരാശപ്പെടുത്തുകയും ദ്രോഹിക്കുകയും ചെയ്യുന്നൊരു ഗവൺമെൻറ്റാണ്. അതിൽ കച്ചവടക്കാരും ഒഴിവല്ല. കച്ചവടക്കാരെയും വെറുതെ വിട്ട ഗവൺമെൻറ് അല്ല ഇന്നത്തെ ഗവൺമെൻറ്. അപ്പം അതുകൊണ്ട് ഈ കൃത്യമായ ലക്ഷ്യബോധത്തോടു കൂടി ശ്രമകരമായ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നിങ്ങൾ വളരെ നല്ല രീതിയിൽ കൂട്ടായി മുമ്പോട്ട് പോയാൽ ഇനി വരാനിരിക്കുന്ന അടുത്ത വർഷത്തെ സമ്മേളനം ഈ ഹാള് നിറയുന്ന സമ്മേളനമാക്കി മാറ്റാൻ, അല്ലെങ്കിൽ വേറെ വലിയ ഹാളിൽ സമ്മേളനം മാറ്റാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. ആ രീതിയിൽ
കൃത്യമായി പ്രവർത്തിച്ച് ആളുകളെ പോയി കണ്ട് അംഗങ്ങളുമായി ഈ വ്യാപാരികളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അങ്ങനെ നിരന്തരമായി സമ്പർക്കം നടത്തിക്കൊണ്ട് സംഘടനയിലേക്ക് കൂടുതൽ അംഗങ്ങളെ ചേർക്കാനും ചേർന്നിട്ടുള്ള ആളുകളെ കൃത്യമായി ഈ സംഘടനയിൽ അടിയുറച്ച് നിൽക്കാനും വ്യവസ്ഥാപിതമായ രീതിയിൽ കൃത്യമായി യോഗങ്ങൾ കൂടി ചർച്ചകൾ നടത്തി പ്രവർത്തനങ്ങൾ വിശകലനം ചെയ്യുകയും ഭാവി പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു പ്രവർത്തന ശൈലിയിലേക്ക് മുമ്പോട്ട് പോവുക. നിരാശപ്പെടേണ്ട. തീർച്ചയായും ഈ സംഘടനയ്ക്ക് ശുഭകരമായൊരു ഭാവിയുണ്ട്, ഒരു സംശയമില്ല. ഈ ജില്ലയിൽ ഈ സംഘടന വളർന്നു വരുമ്പോൾ ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ എല്ലാ പിന്തുണയും നിങ്ങൾക്കുണ്ടാവും. എല്ലാ ഘടകങ്ങളും നൽകുന്നതാണ്. അതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ സംഘടന കെട്ടിപ്പടുക്കാൻ കഴിയട്ടെ. അതിന് ഇന്നത്തെ ഈ ജില്ലാ കൺവെൻഷൻ നിങ്ങൾക്ക് പ്രചോദകമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിനും നിങ്ങളുടെ ഭാവി പ്രവർത്തനങ്ങൾക്കും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് യോഗത്തിന് എത്തിയില്ലെങ്കിലും അദ്ദേഹം പ്രത്യേകമായി അദ്ദേഹത്തിൻ്റെ സന്ദേശം കൈമാറാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടിയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടിയും എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ കൃഷ്ണേട്ടൻ, ബഹുമാനായ സംസ്ഥാന പ്രസിഡന്റ്, ബഹുമാനായ ബ്ലോക്ക് പ്രസിഡന്റ് സുബേർ, മറ്റു വ്യാപാരി വ്യവസായി നേതാക്കളെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, വ്യാപാരി വ്യവസായിക സംഘടന ഉണ്ടെന്നുള്ള KPCC ഞങ്ങൾക്കൊക്കെ ഒരു ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് സർക്കുലർ വന്നിട്ടുണ്ട്. ഞാൻ ഈ ഉദ്ദേശിച്ച് പറയുകയാണ്, എൻ്റെ ബ്ലോക്കിൽ ചേവായൂർ ബ്ലോക്കിൽ വ്യാപാരി വ്യവസായി ഒരു ആ ഇതിനു വേണ്ടി ഒരു ബ്ലോക്ക് സെക്രട്ടറിക്ക് ചുമതല ഞാൻ കൊടുക്കുന്നതാണ്. കാരണം ഓരോ സെല്ല് വ്യാപാരി വ്യവസായത്തിൻ്റെ സെല്ലായിട്ടാണ് ഇതിന് 33 സെല്ലുകളുണ്ട്. അതിൽ ഒരു സെല്ലായിട്ടാണ് ഈ വ്യാപാരി വ്യവസായ സംഘടനയെ തന്നത്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ പാർട്ടിക്കൊരു സംഘടന എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ ഈ സംഘടന വളർത്തുന്നതിനാവശ്യമായ എല്ലാവിധ സംവിധാനങ്ങളും കാര്യങ്ങളും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. ചേവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ എല്ലാ പിന്തുണയും ഈ സംഘടന വളർന്നതിന് വേണ്ടി ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ വിജയാശംസകളും നേരിടുന്നു. ജയിക്കുന്നു. പ്രസിഡന്റ്, പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ ക, ബഹുമാനായ ബ്ലോക്ക് പ്രസിഡന്റ് ബിനീഷ് കുമാർ, മറ്റ് കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകരെ, സംഘടനകളുടെ ഭാരവാഹികളെ, 1985 ഡിസംബർ മാസം 28-ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് ഗോകുൽദാസ് തേജ്വാൽ കോളേജിൽ വെച്ചാണ്, സംസ്കൃത കോളേജിൽ വെച്ചാണ്. അവിടെ അന്ന് പങ്കെടുത്തതാകെ 72 മെമ്പർമാർ. 85-ലെ സമ്മേളനം കഴിഞ്ഞ് തൊട്ടടുത്ത സമ്മേളനത്തിൽ, കൽക്കത്തയിൽ ചേർന്ന സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ പ്രതിനിധികളായി പങ്കെടുത്തത് 434 അംഗങ്ങളാണ്. നമ്മുടെ ചൈത്രയാത്ര ആരംഭിക്കുന്നത് ജൈത്രയാത്ര ആരംഭിക്കുന്നത് തേജ്പാൽ സംസ്കൃത കോളേജിലെ ആ സമ്മേളനത്തിൽ വെച്ചുകൊണ്ടാണ്. 72 അംഗങ്ങൾ മാത്രം ഉണ്ടായിരുന്ന ആ സംഘടന വളർന്നു പന്തലിച്ച് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമ്പാദനത്തിന് വേണ്ടി സമരം ചെയ്ത് നിർവഹിച്ചു. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഈ രാജ്യത്ത് നിന്ന് കെട്ടുകെട്ടിക്കാൻ സാധിച്ചു. തുടർന്ന് ഒരു നേരത്തിന് അന്നത്തിന് പോലും വകയില്ലായിരുന്ന ഈ ജനതയ്ക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് കോൺഗ്രസ് വളർന്നത് ആ 72 അംഗ സമ്മേളനത്തിൽ വെച്ചുകൊണ്ടാണ്. ആളുകളുടെ അംഗബലം കൊണ്ടല്ല, മറിച്ച് പ്രവർത്തന നിരത ഇവിടെ അബ്ദുറഹ്മാൻ പറഞ്ഞതുപോലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ രൂപീകൃത മണ്ണാണ് കോഴിക്കോട്.
എന്നാണ് എൻ്റെ അറിവ്. തൃശ്ശൂരാണ്. അപ്പം ഇവിടെ നിന്നാണ് ഈ വ്യാപാരി സംഘടന കേരളത്തിൻ്റെ മറ്റെല്ലാ തലങ്ങളിലേക്കും വളർന്നു വന്നിരിച്ചത്. തീർച്ചയായും കോഴിക്കോട് നമുക്ക് ഏറ്റവും നല്ല വളക്കൂറുള്ള മണ്ണാണ്. ഈ വ്യാപാര കോൺഗ്രസ്, വ്യാപാരി വ്യവസായ കോൺഗ്രസ് വ്യാപാരികൾക്കിടയിലും നമ്മുടെ കച്ചവടക്കാർക്കിടയിലും വലിയ സ്വാധീനമുണ്ടാക്കാവുന്ന പ്രവർത്തനങ്ങൾ നടത്തുവാൻ സാധിക്കും. ഇവിടെ പ്രസിഡന്റ് പറഞ്ഞത് വളരെ നല്ല കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. നാളുകളിൽ ആ പ്രവർത്തനങ്ങൾ കടന്നു വരുമ്പോൾ അത് വ്യാപാരികളെ ബോധ്യപ്പെടുത്താൻ സാധിച്ചാൽ തീർച്ചയായും നമ്മുടെ ഈ ജില്ലയിൽ ശക്തമായ ഒരു സംഘടനയായി ഈ കൺവെൻഷൻ്റെ അധ്യക്ഷൻ ആരാധ്യനായ വ്യാപാരി വ്യവസായ അഖിലേന്ത്യാ വ്യാപാരി വ്യവസായ കോൺഗ്രസിൻ്റെ നമ്മുടെ ആരാധ്യനായ അധ്യക്ഷൻ ശ്രീ പാളയം അശോകേട്ടൻ, വേദിയിലിരിക്കുന്ന സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, സുഹൃത്തുക്കൾ, ഈ ഒരു സംഘടനയെ ബന്ധപ്പെട്ട് ഞാനൊരു കോവിഡ് കാലഘട്ടത്തിലാണ് നമ്മൾ ഈ ഒരു സംഘടനയെപ്പറ്റി ഞാനും ഷാജിയും പ്രദീപൊക്കെ അടങ്ങുന്ന ആളുകൾ ഞങ്ങളൊരു വെല്ലിങ്ങാടിയിൽ ഒരു റൂമിൽ മീറ്റിംഗ് കൂടുകയും ഇങ്ങനെ സംഘടന നമുക്ക് രൂപീകരിച്ച ബന്ധപ്പെട്ട് പ്രവർത്തിച്ചാൽ മതി എന്നുള്ള തീരുമാനങ്ങളെടുത്ത് ഞങ്ങൾ മുന്നോട്ട് പോയി ആദ്യമേ മീറ്റിംഗ് വിളിച്ചു. DCC ആളുകൾ വളരെ കുറവാണ്. നേരത്തെ PM പറഞ്ഞ മാതിരി ഏകോപന സമിതിക്ക് മൃഗീയമായിട്ടുള്ള അംഗങ്ങളുള്ള ഒരു ജില്ലയിൽ നമ്മൾ പുതുതായിട്ടൊരു സംഘടന മുന്നോട്ട് പോകുമ്പോഴുള്ള പ്രാരംഭ പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പിന്നെ കോവിഡ് കാലഘട്ടമായിരുന്നു. നമുക്ക് പുതിയ രീതിയിലുള്ള മീറ്റിങ്ങുകളോ കാര്യങ്ങളോ ഒന്നും കൂടാൻ സാധിച്ചില്ല. അതേ സമയത്ത് തന്നെയാണ് നേരത്തെ ഷോട്ടെ സൂചിപ്പിച്ച പോലെ സംഘടനയ്ക്കകത്ത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും സംഘടനയുടെ ഭാഗത്തൊരു നിർജീവാവസ്ഥ ഉണ്ടാവുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ നമ്മൾ ആ സംഘടന പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകാതെ നിന്നുപോയി. ഏതായാലും പുതിയ ജില്ലാ പ്രസിഡന്റ് നേതൃത്വത്തിൽ ഒരു പുതിയ കമ്മിറ്റി ഉണ്ടാക്കി കോഴിക്കോട് ജില്ലയിൽ ഒരു സമഗ്രമായ മുന്നേറ്റത്തിന് അഖിലേന്ത്യാ വ്യാപാരി വ്യവസായ കോൺഗ്രസ് കമ്മിറ്റിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എൻ്റെ ഭാഗത്തുനിന്നുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ട് ഈ ഒരു കൺവെൻഷന് ആശംസകൾ നേർന്നു നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഏറെ പ്രിയമുള്ള ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ്, ഏറെ ബഹുമാനീയനും ആദരണീയനുമായ ഇന്ത്യൻ നാഷണൽ വ്യാപാരി വ്യവസായ കോൺഗ്രസിൻ്റെ കോൺഗ്രസിൻ്റെയും പ്രമുഖരായ നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, വളരെയേറെ സന്തോഷമുണ്ട് ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ. കാരണം വളരെ നാളുകൾക്ക് ശേഷം എനിക്ക് കോഴിക്കോട് വന്ന് കാണാൻ പറ്റി എന്നുള്ളതാണ്. ഇവിടുത്തെ ഒത്തിരി ആൾക്കാർ എൻ്റെ സുഹൃത്തുക്കളായിട്ടുണ്ട്. ഞാൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തിരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കാലങ്ങളിൽ ഓരോ 3 മാസം കൂടുമ്പോഴും ഞാൻ ഇവിടെ കോഴിക്കോട് വന്നിട്ടുണ്ട്. ഒഫീഷ്യലി ആയി ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ 4-5 ദിവസം ഒക്കെ ഈ കോഴിക്കോട് താമസിക്കാനുള്ള ഒരു അവസരമൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ നല്ലതായ ഒത്തിരി സുഹൃത്തുക്കൾ എനിക്കിവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും വർഷങ്ങൾക്ക് ശേഷം, ഒരു 5-6 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കോഴിക്കോട് വരുമ്പോൾ എൻ്റെ നാട്ടിൽ ഞാൻ തിരിച്ചു വന്നു എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ട്. പ്രിയമുള്ളവർ, ഇന്ത്യൻ നാഷണൽ വ്യാപാരി വ്യവസായ കോൺഗ്രസ് 2020-21 കാലഘട്ടത്തിലാണ് തുടങ്ങുന്നത്.
തിരുവനന്തപുരം ആസ്ഥാനമായാണ് ആ സംഘടന രൂപീകരിച്ചത്. ബഹുമാന്യ സംസ്ഥാന പ്രസിഡന്റോട് സൂചിപ്പിച്ചു, ബാലാരിഷ്ടത എല്ലാ സംഘടനകളിലും എല്ലാ കാലഘട്ടത്തിലും എല്ലായിടങ്ങളിലും ഉണ്ടാകുന്ന ഒന്നാണ്. അതുതന്നെ നമ്മുടെ സംഘടനയ്ക്കും ഉണ്ടായി എന്നുള്ളതാണ്. ഈ സംഘടന രൂപീകൃതമായപ്പോൾ ഇതിനകത്ത് നുഴഞ്ഞു കയറിയ ചില വ്യക്തികൾ ഈ സംഘടനയ്ക്ക് ദോഷകരമായ ചില പ്രവർത്തനങ്ങൾ നടത്തുകയും അത് മുൻകൂട്ടി തന്നെ അത് ആരംഭത്തിൽ തന്നെ അത് കണ്ടെത്താൻ സംഘടനയുടെ പ്രസിഡന്റിന് അത് കഴിഞ്ഞതുകൊണ്ട് അത്തരം ക്ഷുദ്രജീവികളെ നമുക്ക് സംഘടനയിൽ നിന്നും മാറ്റി നിർത്താൻ കഴിഞ്ഞു. അതുകൊണ്ട് സംഘടന കുറച്ചു കാലം ായിരുന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞവരെ അതിവേഗം ബഹുദൂരം ഈ സംഘടന ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് കേരളത്തിലെ 14 ജില്ലകളിലും ജില്ലാ കമ്മിറ്റികൾ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ന് തന്നെയാലും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി വളരെ ശക്തമായി പോകുന്നുണ്ട്. എൻ്റെ കൂടെ നിൽക്കുന്ന സംസ്ഥാന നേതാക്കളും തിരുവനന്തപുരം ജില്ലയിലെ പ്രവർത്തകരും എനിക്ക് താങ്ങും തണലുമായി നിൽക്കുന്നത് കൊണ്ട് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി വളരെ ശക്തമായി പോകുന്നുണ്ട്. സെപ്റ്റംബർ 18-ാം തീയതി തിരുവനന്തപുരം ജില്ലയിലെ 28 ബ്ലോക്ക് കമ്മിറ്റികൾ രൂപീകരിക്കാൻ എനിക്ക് കഴിഞ്ഞു. ഈ ഡിസംബർ 22-ാം തീയതി തിരുവനന്തപുരം ജില്ലയിലെ 182 നിയോജക മണ്ഡലം കമ്മിറ്റികൾ, കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റികൾ തിരുവനന്തപുരം ജില്ലയിൽ 182 എണ്ണം ഉണ്ട്. അത് ഡിസംബർ 22-ാം തീയതി നമ്മുടെ ബഹുമാന്യനായ മുൻ പ്രതിപക്ഷ നേതാവ് KPCC പ്രസിഡൻ്റായിരുന്ന നമ്മുടെ രമേശ് ചെന്നിത്തല അവരുകളാണ് ആ ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്ത് ഈ 182 മണ്ഡലം പ്രസിഡന്റുമാർക്കും ചുമതല നൽകുന്ന ഒരു ചടങ്ങ് നടത്തിയത്. വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ കോഴിക്കോട് ജില്ലയും വളരെ ശക്തമായി മുമ്പോട്ട് പോകുമെന്ന് അറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. സംസ്ഥാന പ്രസിഡന്റ് സൂചിപ്പിച്ച 1-2 കാര്യങ്ങൾ ഞാൻ വീണ്ടും ഒന്നുകൂടി ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നു. കാരണം ഞാൻ പ്രസിഡന്റിൻ്റെ കൂടെ തന്നെ എല്ലാ സമയങ്ങളിലും നിഴല് പോലെ കൂടെ ഉള്ളതുകൊണ്ടും സംഘടനയുടെ മറ്റു പ്രവർത്തനങ്ങൾ ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടും ചില പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ അത്തരം കാര്യങ്ങളിൽ പ്രസിഡന്റിനോടൊപ്പം തന്നെ ഞാൻ പോകുന്നതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ വിശദീകരിക്കണം എന്ന് പ്രസിഡന്റ് തന്നെ എന്നോട് സൂചിപ്പിച്ചു. അതിൽ 2-3 കാര്യങ്ങളുണ്ട്. പ്രസിഡന്റ് സൂചിപ്പിക്കാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ വ്യാപാരി വ്യവസായി കോൺഗ്രസ് നാഷണൽ അടിസ്ഥാനത്തിൽ ഒരു ബാങ്ക് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ പ്രാരംഭ നടപടികൾ, അതിൻ്റെ പേപ്പർ വർക്കുകൾ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ഏതാനും മാസങ്ങൾക്ക്, അതായത് ശരിക്കും പറഞ്ഞാൽ അടുത്ത ഫൈനാൻഷ്യൽ ഇയർ ഏപ്രിൽ 1-ന് മുമ്പ് നമുക്കത് തുടങ്ങുവാൻ കഴിയും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് നമ്മൾ ഇപ്പോൾ പ്രസിഡന്റ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി നടക്കുന്നു. അത് സംസ്ഥാന തലത്തിൽ ആയിക്കഴിഞ്ഞാൽ എല്ലാ ജില്ലകളിലും ബ്ലോക്ക് തലങ്ങളിലും നമുക്ക് ആ ബാങ്കിൻ്റെ ശാഖകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലുള്ള വ്യാപാരികൾക്കും വ്യവസായികൾക്കും അത് ഏറെ പ്രയോജനപ്പെടുന്ന ഒരു സംഗതിയായി മാറും. നമ്മുടെ തന്നെ ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ട കുട്ടികൾക്കെല്ലാം നമുക്കതിൽ തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു സംരംഭവും അത്തരം സംരംഭത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. രണ്ടാമത് പ്രസിഡന്റ് പറഞ്ഞത് നമ്മുടെ സംസ്ഥാനത്ത് 10 നിർധനരായ വനിതകളെ വിവാഹം കഴിച്ച് അയക്കുന്ന ഒരു പദ്ധതിക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. അതും ഈ വർഷം തന്നെ നവംബർ മാസത്തിൽ അത് നടത്തണം എന്നാണ് പ്രസിഡന്റ് ആഗ്രഹിക്കുന്നത്. അതിന് നമുക്ക് നല്ല രീതിയിൽ എല്ലാ ജില്ലയെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നല്ലൊരു സമൂഹ വിവാഹം നമുക്ക് നടത്തുവാൻ കഴിയും. അത് ഓരോ വ്യക്തികൾക്കും 5 പവൻ്റെ സ്വർണവും അതിനോടനുബന്ധിക്കുന്ന എത്ര ആൾ വന്നാലും അവർക്ക് കൊടുക്കാവുന്ന ഭക്ഷണവും ഈ വധൂവരന്മാർക്ക് കൊടുക്കാവുന്ന പുടവയും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നടത്തുന്നതിനും ഇന്ത്യൻ നാഷണൽ വ്യാപാരി വ്യവസായി കോൺഗ്രസ് തയ്യാറാണ് എന്നുള്ളത് പ്രസിഡന്റിലൂടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതൊരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നു. അതുപോലെ തന്നെ നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം ഏതാനും ദിവസം ഈ 28-ാം തീയതിക്ക് മുമ്പ്, ഫെബ്രുവരി 28-ന് മുമ്പ് തന്നെ യൂട്യൂബ് ചാനൽ അത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെടും. അപ്പോൾ അത് നമ്മുടെ ഇന്ത്യൻ നാഷണൽ വ്യാപാരി വ്യവസായി കോൺഗ്രസിൻ്റെ ഒരു മുതൽക്കൂട്ടാണ്. ആ ചാനൽ എല്ലാവരും അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നുകൂടി ഒരു അഭ്യർത്ഥനയാണ്. അടുത്ത മാസം മാർച്ച് 1-ാം തീയതി തന്നെ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. 1-ാം തീയതി മുതൽ കിട്ടുന്ന നമുക്ക് തുക ഓരോരുത്തരുടെയും തുക അത് കൊടുത്തുകൊണ്ട് അത് ഇൻഷുറൻസ് നമുക്ക് എടുക്കാൻ പറ്റും. ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനിയാണ് അത് ഇൻഷുറൻസ് നമുക്ക് പ്രാബല്യത്തിൽ വരുത്തുന്നത്. 25 ലക്ഷം രൂപ ആക്സിഡൻറ്റ് ഡെത്ത് പോളിസിയാണ്
1 ലക്ഷം രൂപ ആക്സിഡൻ്റായി നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന ആ സമയത്ത് 1 ലക്ഷം രൂപ ചികിത്സാ സഹായത്തിന് നമുക്ക് ലഭിക്കും. അംഗവൈകല്യം സംഭവിച്ചാൽ 1 ലക്ഷം രൂപ വീതം നമുക്ക് ലഭിക്കും. ആ മരണപ്പെട്ടാൽ, ഞാനെന്ന വ്യക്തി ആക്സിഡൻറ്റിൽ മരണപ്പെട്ടാൽ എൻ്റെ കുടുംബത്തിന് 25 ലക്ഷം രൂപ 3 ദിവസങ്ങൾക്കകം തന്നെ അത് ആ കുടുംബത്തിൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്ന, വളരെ പെട്ടെന്ന് അത് വരുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഈ സംഘടനയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു കാര്യമാണ്. ബഹുമാനരെ, എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇൻ്റർനാഷണൽ കോൺഗ്രസിന് വേണ്ടി ഒരുപാട് മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും രാപകലില്ലാതെ പോസ്റ്ററുകൾ ഒട്ടിക്കുകയും ഒരുപാട് നേതാക്കന്മാരെയും സംഭാവന ചെയ്ത കോൺഗ്രസ്സുകാരാണ് നമ്മളെല്ലാവരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ വ്യാപാര വ്യവസായ കോൺഗ്രസ് വളർത്തിയെടുക്കുന്നതിന് നമുക്ക് യാതൊരു പ്രയാസവും ഉണ്ടാവില്ല. കാരണം നമുക്ക് എല്ലാവർക്കും പ്രവർത്തന പാരമ്പര്യം കുട്ടിനാൾ മുതലേ KSUവിലൂടെയും യൂത്ത് കോൺഗ്രസിലൂടെയൊക്കെ പ്രവർത്തിച്ച നമുക്ക് ഓരോരുത്തർക്കും ഇൻ്റർനാഷണൽ വ്യാപാര വ്യവസായ കോൺഗ്രസ് വളർത്തിയെടുക്കുന്നതിനോ അത് യൂണിറ്റ് തലത്തിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിനോ യാതൊരു തടസ്സവും ഉണ്ടാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി തലസ്ഥാനത്തായതുകൊണ്ടാണ് വളരെ വേഗം അതിനെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞത്. അതുപോലെ മറ്റ് ജില്ലകളിലും കൊണ്ടുവരാൻ സാധിക്കും. അതിന് എല്ലാ ഒത്താശകളും തിരുവനന്തപുരം ജില്ലയിലെ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പുവരുന്നു. ഒപ്പം സംസ്ഥാന പ്രസിഡന്റ് ഈ സംഘടനയ്ക്ക് വേണ്ടി ഏത് സമയവും പ്രവർത്തിക്കും എന്നുള്ളത് എനിക്ക് അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം മറ്റ് ജില്ലകളുടെ പ്രവർത്തനങ്ങൾക്ക് വളരെ ശക്തമായി അദ്ദേഹം കൈകൊടുക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സംഘടന നമുക്ക് എത്രയും പെട്ടെന്ന് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഏപ്രിൽ മാസത്തിൽ ഗംഭീരമായ ഒരു ജില്ലാ കൺവെൻഷൻ നമ്മൾ വയ്ക്കുന്നതാണ്. അത് ഒരു വലിയൊരു ജാഥയോടുകൂടി 1000 ആൾക്കാർ, പ്രവർത്തകർ, നമ്മുടെ ഈ സംഘടനയുടെ ആളുകൾ, കോൺഗ്രസിൻ്റെ അല്ല, ഇൻ്റർനാഷണൽ വ്യാപാര വ്യവസായ കോൺഗ്രസിൻ്റെ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഏപ്രിൽ മാസത്തിൽ നമ്മൾ തിരുവനന്തപുരം ജില്ലയുടെ കൺവെൻഷൻ വയ്ക്കുന്നതിനുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിൽ കോഴിക്കോട് ജില്ലയുടെ സപ്പോർട്ട് തിരുവനന്തപുരം ജില്ലയ്ക്ക് വേണം, മറ്റ് ജില്ലകളുടെയും സപ്പോർട്ട് വേണം എന്നുകൂടി ഞാൻ ആവശ്യപ്പെടുന്നു. മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഈ വൈകിയ വേളയിൽ എല്ലാവരെയും കാണുവാനും 2 വാക്ക് സംസാരിക്കുവാനും അവസരം തന്ന കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ഭാരവാഹികൾക്കും എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്കും എല്ലാവരുമായ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. യോഗാധ്യക്ഷൻ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ്, ഉദ്ഘാടകൻ സംസ്ഥാന പ്രസിഡന്റ് ബാലരാജൻ, മറ്റ് DCC ഇവിടെ നിന്ന് വിട്ടുപോയ നമ്മുടെ DCC സെക്രട്ടറി, ബ്ലോക്ക് പ്രസിഡന്റുമാർ. പറയാനുള്ളതെല്ലാം ബ്ലോക്ക് പ്രസിഡന്റും സംസ്ഥാന പ്രസിഡന്റൊക്കെ പറയലുണ്ടായി. എങ്കിൽ തന്നെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ഈറ്റില്ലം എന്ന് പറയുന്ന തൃശ്ശൂരിൽ നിന്നാണ് എൻ്റെ അറിവ്. ഇതിൻ്റെ ഉത്ഭവം തൃശ്ശൂരിൽ നിന്നാണ്. MO ജോണും CM ജോർജുമാണ് ഈ ഏകോപന സമിതി എന്ന പ്രസ്ഥാനം ഉണ്ടാക്കിയത്. നാട്ടിൽ നിൽക്കുമ്പോൾ എനിക്ക് അഭിമാനമുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ചു കാലമെങ്കിലും സംസ്ഥാന കൗൺസിൽ അംഗമായിട്ടിരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോഴും ഏകോപന സമിതി മെമ്പറാണ്. ഏകോപന സമിതി എൻ്റെ മെമ്പർഷിപ്പ് ഇതുവരെ കെട്ടിയിട്ടില്ല. ഞാൻ 26 വർഷത്തോളം എൻ്റെ യൂണിറ്റിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയായിട്ട് ഇരുന്ന ആളാണ്. അങ്ങനെ അശോകേട്ടൻ KPCC പ്രസിഡന്റ് സുധാകരൻ വന്നപ്പോൾ പാർട്ടി ഇങ്ങനൊരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്, താങ്കൾ അശോകൻ്റെ കൂടെ നിൽക്കണം എന്ന് പറയുകയും അശോകേട്ടൻ്റെ കൂടെ എന്നെ തൃശ്ശൂരിൻ്റെ ചാർജ് എന്നെ ഏൽപ്പിക്കുകയാണ് ഉണ്ടായത്. ഇതുവരെ വലിയ കുഴപ്പമില്ല. 26 ബ്ലോക്കാണ് ഞങ്ങൾക്കുള്ളത്. 26 ബ്ലോക്ക് പ്രസിഡന്റുമാരും അതുവഴി എല്ലാ ബ്ലോക്കുകളിലും കമ്മിറ്റികളും 140 മണ്ഡലങ്ങളിലെ 87 മണ്ഡലങ്ങളും ഇന്ന് സജ്ജമാണ്. യൂത്ത് വിങ്ങിൻ്റെ ജില്ലാ പ്രസിഡന്റ് മലപ്പുറത്തുകാരനാണ് ഡാനിഷ് അലി എന്ന് പറയുന്ന ഒരു വക്കീലാണ്, സുപ്രീം കോടതി വക്കീലാണ്. നമ്മളെ യൂത്ത് വിങ്ങിൻ്റെ ഇവിടുത്തുള്ള സംസ്ഥാന പ്രസിഡന്റ്. വനിതാ വിങ്ങിൻ്റെ പ്രസിഡന്റ് വത്സ കണ്ടംകുളത്തി ഗ്രൂപ്പിൻ്റെ ഇരിഞ്ഞാലക്കുടയുള്ള കണ്ടംകുളത്തി ഗ്രൂപ്പിൻ്റെ വനിതാ വിങ്ങിൻ്റെ പ്രസിഡന്റ് വത്സ കണ്ടംകുളത്തിയാണ്. നമ്മളെ ഇതെല്ലാം കൂട്ടിയണക്കിക്കൊണ്ട് നമ്മൾ ഒരുപാട് പദ്ധതികൾ തൃശ്ശൂർ ജില്ലയിൽ നമ്മൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഏകോപന സമിതിയിൽ നിന്ന് നമ്മൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത രീതിയിൽ അവിടെ നമ്മൾ ഒരു മരണ ഫണ്ടും അതുമാതിരി തന്നെ ഏത് സമയത്തും ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ ഹോസ്പിറ്റൽ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കാവുന്ന 5 ലക്ഷം രൂപ വരെയുള്ള സഹായ നിധിയും ഞങ്ങളവിടെ പുനഃക്രമീകരിച്ചിട്ടുണ്ട്. ഏകോപന സമിതി അത് 3-4 ദിവസമാണെങ്കിൽ തൃശ്ശൂർ ജില്ലയിലുള്ള ഏതെങ്കിലും ഒരു വ്യാപാരിക്ക് ഇൻ്റർനാഷണൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ഒരു മെമ്പർ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരവസ്ഥ വന്ന് അയാൾക്ക് 5 ലക്ഷം രൂപയുടെ മുകളിൽ
ചികിത്സാ ഫണ്ട് വരുന്നതാണെങ്കിൽ 5 ലക്ഷം രൂപ അയാളുടെ അക്കൗണ്ടിലേക്ക്, ഹോസ്പിറ്റൽ അക്കൗണ്ടിലേക്ക്, വ്യക്തിയുടെ അക്കൗണ്ടിലേക്കല്ല, ഹോസ്പിറ്റൽ അക്കൗണ്ടിലേക്ക് കൊടുക്കാവുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഞങ്ങൾ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഒരു വ്യാപാരി മരിച്ച സാധാരണ നമ്മളത് ചെയ്യാൻ അവിടെ കൈകെട്ടി പോയി നിൽക്കും, ഒരു റീത്ത് കിട്ടി അതവിടെ കൊണ്ടുവയ്ക്കുക, അതാ ഭാരമാക്കുക എന്നല്ലാതെ വ്യാപാരികളെ കൊണ്ട് ആ ജഡത്തിന് യാതൊരു വക ഉപകാരം കിട്ടാറില്ല. നമ്മളിപ്പോൾ അതിന് വേറൊരു സംവിധാനത്തിലേക്ക് എത്തിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 30 രൂപ ഒരു വ്യാപാരി വിളിച്ചാൽ 30 രൂപ 35,000 മെമ്പർമാരെ അണിനിരത്തിക്കൊണ്ട് ഏപ്രിൽ 17-ാം തീയതി അതിൻ്റെ ഡിക്ലറേഷൻ നടക്കും. ജവഹർ ബാലഭവൻ തൃശ്ശൂരിലാണ് അതിൻ്റെ ഡിക്ലറേഷൻ ഉണ്ടാവുക. അവിടെ നമ്മൾ 30 രൂപ ഒരു വ്യാപാരി അടച്ചു കഴിഞ്ഞാൽ നമ്മളുടെ വ്യാപാരികൾ ആര് മരിച്ചു കഴിഞ്ഞാണ്ടെങ്കിലും 3 ദിവസത്തിനുള്ളിൽ അവരുടെ വീട്ടിൽ, അക്കൗണ്ടിലേക്കല്ല, അവരുടെ വീട്ടിൽ അവർ നോമിനിയാക്കി വെച്ചിട്ടുള്ള ആളുടെ കയ്യിൽ 10 ലക്ഷം രൂപ നമ്മൾ കൊണ്ടുകൊടുക്കും. ഒരു വ്യാപാരിക്ക് തന്നെയല്ല, അയാളുടെ വ്യാപാരിയുടെ ഭാര്യയെയും അതിലെ അംഗവൈകല്യമുള്ള മക്കളോ അല്ലെങ്കിൽ കല്യാണം കഴിയാത്ത പെൺകുട്ടികൾ അല്ലെങ്കിൽ കാലിനോ കയ്യിനോ കണ്ണിനോ എന്തെങ്കിലും സ്വാഭാവികത ഉള്ള മക്കൾ, അങ്ങനെയുള്ളവരെ പെടുത്തിയാണ് നമ്മൾ ഈ സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ളത്. ഒട്ടും പിന്നിലല്ലാത്ത, ഏകോപന സമിതിയോളം പിന്നിലല്ലാതെ തന്നെ ഏകോപന സമിതിക്ക് ഒപ്പം നിൽക്കാവുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പ്രാബല്യത്തിലാവണമെങ്കിൽ നമുക്ക് ജില്ലാ കമ്മിറ്റികൾ ഉഷാറാവേണ്ടതുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ ഇപ്പോൾ നമുക്ക് 3 ബ്ലോക്കുകൾക്കായി കഴിഞ്ഞിട്ട് ബ്ലോക്ക് കമ്മിറ്റി ഓഫീസുകളുണ്ട്. തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ് തൃശ്ശൂർ ടൗണിനുള്ളിൽ തന്നെ ഉണ്ട്. എപ്പോഴും നിങ്ങൾക്ക് ആർക്കെങ്കിലും തൃശ്ശൂർ ജില്ല വരികയാണെന്ന് നമ്മളെ പോസ്റ്റ് ഓഫീസ് റോഡിൽ അലങ്കാർ ഹോട്ടൽ കഴിഞ്ഞാൽ ജുമാ മസ്ജിദിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് 2nd ഫ്ലോറിലായി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം ഇന്ത്യൻ നാഷണൽ വ്യാപാരി വ്യവസായി കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഷാജി മുമ്പ് ഉള്ള ഇതിൻ്റെ തൃശ്ശൂർ ഇവിടെ കോഴിക്കോടിൻ്റെ ചാർജ് എനിക്കാണ്. പലപ്പോഴായിട്ട് ഇവിടെ പഴയ പ്രസിഡന്റുമാർ വന്നു പോയിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ഇവിടെ വന്നിട്ടുമുണ്ട്. ഇവിടെ വരുമ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കത്ത് മാത്രമേ വേണ്ടൂ. DCC ഓഫീസിൽ കൊടുക്കാവുന്ന കത്ത് കിട്ടിക്കഴിഞ്ഞാൽ അതെല്ലാമായത് എന്ന് കണക്കാക്കുന്ന നിഷ്ക്രിയരായ കുറച്ച് പ്രവർത്തകർക്കാണ് അന്ന് മുതൽ നമ്മൾ കത്തുകൾ കൈമാറിയത് എന്നുള്ളത് വളരെ സങ്കടപൂർവമായൊരു കാര്യമാണ്. ഇപ്പോൾ അത് നല്ലൊരു രീതിയിലുള്ള, അതായത് സംഘടനാ പ്രവർത്തനത്തിൻ്റെ എല്ലാ പാഠവുകളും അറിയാവുന്ന ഒരാളുടെ കയ്യിലെത്തിയെന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. പൂർണ്ണമായിട്ടും ഇവിടെ ഞാനൊരു ഫുട്പാത്ത് കച്ചവടക്കാരുടെ ഒരു സംഘടനാ സംവിധാനത്തിനുള്ളതാണ്. ഞാനൊരു ടെക്സ്റ്റൈൽ വ്യാപാരിയാണ്. അപ്പോൾ ഇവിടെ ഇതിനുള്ളിൽ എനിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങൾ നമ്മൾ ഇവിടെയുള്ള കോഴിക്കോടിലുള്ള സംഘടനാ സംവിധാനത്തിന് വേണ്ടി ഞാൻ ഉപയോഗിക്കാൻ നമ്മൾ ഉപയോഗപ്പെടുത്തുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഇന്ത്യൻ നാഷണൽ വർക്കിംഗ് ഇന്ത്യൻ നാഷണൽ വ്യാപാരി വ്യവസായി കോൺഗ്രസിൻ്റെ ജില്ലാ കൺവെൻഷനാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഇവിടുത്തെ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതേപോലെ തന്നെ ഈ സംഘടനയുടെ കോർഡിനേഷൻ കൂടിയായ എൻ്റെ ബഹുമാനീയനായ ശ്രീ കൃഷ്ണൻകുട്ടി സാർ, ഈ ഇന്ത്യൻ നാഷണൽ വ്യാപാരി വ്യവസായി കോൺഗ്രസിൻ്റെ അമരക്കാരനും ഈ സംഘടനയുടെ നട്ടെല്ലും, രാത്രി 3:30 കഴിച്ച് താൻ അധ്വാനിച്ച് അതിൽ നിന്നും കിട്ടുന്ന വിയർപ്പിൻ്റെ അംശം കൊണ്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു സംഘടനയും ഇതേപോലെ ചെയ്യില്ല. അതുകൊണ്ടാണ് എനിക്കറിഞ്ഞൂടെ അദ്ദേഹം പറഞ്ഞത്. കാര്യം ഒരു വ്യക്തി മരിച്ച കാര്യം ഇന്ന് ഏറ്റവും കൂടുതൽ CPM ആയാലും CPI ആയാലും മറ്റു സംഘടനയായാലും വ്യാപാരി വ്യവസായികൾ കൊടുക്കുന്ന 10 ലക്ഷം രൂപയാണ്. 25 ലക്ഷം രൂപ കൊടുക്കാമെന്ന് അദ്ദേഹം ഇൻഷുറൻസ് കമ്പനിയുമായി എഗ്രിമെൻ്റ് വെച്ചു. അതിൻ്റെ കോപ്പി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കിട്ടും. തീർച്ചയായിട്ടും ഒരു കുടുംബത്തിൽ ഒരാൾക്ക് എനിക്ക് പറയാൻ $25 ലക്ഷം രൂപ ഇവിടുത്തെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ ചെക്ക് ബാങ്കിൽ അവരെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കും. എന്നാൽ മാത്രമേ ഈ ജില്ലയിൽ നിങ്ങൾ പ്രവർത്തനം നടത്തുന്നു എന്ന് മറ്റുള്ളവരറിയുള്ളൂ. ഞാനിവിടെ ഈ കോഴിക്കോട് നിരവധി പ്രാവശ്യം വന്നിട്ടുണ്ട്. ഞാൻ നിരവധി ട്രേഡ് യൂണിയനിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് പറയുകയാണ്, മുട്ടായി തെരുവ് തൊട്ട് ഇങ്ങേ അറ്റം വരെയുള്ള കടകളിൽ കയറി ഇറങ്ങിയാൽ ഒരു 100ഓളം സ്ഥാപനങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ
എന്തായാലും ഈ യോഗത്തിൽ നമ്മുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ അബ്ദുറഹ്മാൻ സാർ കോൺഗ്രസിൻ്റെ ഇവിടുത്തെ ജില്ലാ പ്രസിഡന്റ് സാന്നിധ്യത്തിൽ അദ്ദേഹം ഏൽപ്പിച്ച കാര്യം ഇവിടെ പറഞ്ഞു. അപ്പോൾ കോൺഗ്രസുമായി ഒരു ബന്ധമുണ്ട് എന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി. കാര്യം ഇവിടെ KPCCയുടെ ഇതിൽ 27ാമത്തെ ഇതിലാണ് അപ്പോൾ അത് ആർക്കും മാറ്റിക്കളയാനോ മറിച്ച് കളയാനോ പറ്റില്ല. പിന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പലരും പറയും. എന്തായാലും ഇവിടെ മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി വളരെ അഭിമാനത്തോടു കൂടി ഞാൻ പറയുന്നു, സിന്ധു സുനിൽകുമാർ നമുക്ക് ഈ സംഘടനയ്ക്ക് ഒരു മുതൽക്കൂട്ടാണ്. അവരുടെ തീർച്ചയായിട്ടും മകളുടെ ഭാഗത്തു നിന്നും ഉള്ള സഹകരണങ്ങൾ ഉണ്ടാവണം. അതേപോലെ തന്നെ ഇവിടെ തൃശ്ശൂരിൻ്റെ കരുത്തനായ ജില്ലാ പ്രസിഡന്റ് ശ്രീ ഫറൂഖ് സാർ ഇവിടുത്തെ ചാർജുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ചെയ്യുന്ന സേവനങ്ങളെക്കുറിച്ച് പറഞ്ഞു. തീർച്ചയായിട്ടും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് സത്യസന്ധമാണ്, സുതാര്യമാണെന്ന് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആളുകൾ വരും. തീർച്ചയായിട്ടും നാളുകളിൽ നിങ്ങൾക്ക് കിട്ടാത്ത സ്ഥാനങ്ങൾ കോൺഗ്രസ്സിൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ പ്രവർത്തന പന്ഥാവിലൂടെ നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ സംഘടനയെ നാളുകളിൽ പാർട്ടിക്കാർ അറിയും, പാർട്ടിക്കാർ നിങ്ങളെ വിളിക്കും, നിങ്ങളുടെ സേവനം ചോദിക്കും. കാര്യം ഇന്ന് കോൺഗ്രസ്സിൽ എല്ലാവരെയും ആവശ്യമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ. അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ വ്യാപാരി വ്യവസായി കോൺഗ്രസ്, അതുപോലെ തന്നെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ മനോജ് സാർ, അതേപോലെ നിരവധി ആളുകൾ ഇവിടെ ഉണ്ട്. എൻ്റെ സഹപ്രവർത്തകനായ ജേക്കബ് ഫെർണാണ്ടസ്, ജില്ലാ പ്രസിഡന്റ് പെരുക്കട മോഹനൻ, അതേപോലെ ഈ വേദിയിലിരിക്കുന്ന എൻ്റെ കരുത്തരായ നേതാക്കന്മാർ. വളരെ സമയ പരിമിതി കൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങളിൽ ഒരുവനായി ഞാൻ നിന്നുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ പറഞ്ഞ ഏറ്റവും നിർദ്ധരായ 10 പേരെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് എന്ന് പറയുന്നത് വളരെയധികം പ്രയാസപ്പെട്ട കാര്യങ്ങളാണ്. അതുപോലും ഏറ്റെടുത്തുകൊണ്ട് ഈ സംഘടനയുടെ കരുത്ത് തെളിയിക്കുവാനും നിങ്ങൾക്കൊരു ഊർജം പകരുവാനും, അതേപോലെ തന്നെ ഒരു ചാനൽ അദ്ദേഹം 28-ാം തീയതി തുടങ്ങിയ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് അതിൻ്റെ ഇനാഗുറേഷൻ നടത്താൻ പോകുന്നു. അത്തരം നിരവധി കാര്യങ്ങൾ ഒരു വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് പോലും സാധിക്കാത്ത കാര്യങ്ങൾ ഇന്ത്യൻ നാഷണൽ വ്യാപാരി വ്യവസായി കോൺഗ്രസ് എന്ന കോൺഗ്രസോട് കിടപിടിച്ച് നിൽക്കുന്ന ഈ പ്രസ്ഥാനത്തിന് കഴിയുന്നുണ്ടെങ്കിൽ ഈ സംഘടന വളർന്ന് പന്തലിച്ച് തീർച്ചയായിട്ടും നാളുകളിൽ നിങ്ങൾ പോകുമ്പോൾ, നിങ്ങൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളെ കൂടെ ഇറങ്ങി വരുവാൻ അവർ ഉണ്ടാകും. എനിക്ക് ഇവിടെ വന്ന എൻ്റെ മുഴുവൻ അംഗങ്ങളെയും ഇതിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇവിടെ ഇരിക്കുന്ന പ്രഗത്ഭരും കഴിവറ്റവരും ആയ അംഗങ്ങളാണ് വ്യാപാരി വ്യവസായികൾ. തീർച്ചയായിട്ടും നാളുകളിൽ നിങ്ങളിറങ്ങി ആളുകളുടെ ഈ കാര്യങ്ങൾ പറഞ്ഞ് അംഗങ്ങളെ കൂടുതൽ ചേർത്തുകൊണ്ട് നമുക്ക് അവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ വരുവാനും 2 വാക്ക് പറയുക. നമസ്കാരം. ഈ സംഘടനയുടെ ഇന്ത്യൻ നാഷണൽ വ്യാപാരി വ്യവസായി കോൺഗ്രസ് സംഘടനയുടെ ജില്ലാ കമ്മിറ്റി ഇവിടെ രൂപം കൊള്ളുകയാണ്. അവരെ ഞാൻ അനൗൺസ് ചെയ്യുകയാണ്. ഇന്ത്യൻ നാഷണൽ വ്യാപാരി വ്യവസായി കോൺഗ്രസിൻ്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡൻ്റായി KV കൃഷ്ണൻ അവരുടെ, വൈസ് പ്രസിഡന്റുമാരായി അയൂബ് ചാലപ്പുറം, രമേശ് അമ്പലക്കോത്ത്, സിന്ധു സുനിൽകുമാർ, ബിന്ദു സുനിൽകുമാർ, സിന്ധു സുനിൽകുമാർ, സജീവൻ മാങ്കുഴി വൈസ് പ്രസിഡന്റുമാർ. ജനറൽ സെക്രട്ടറിയായിട്ട് TP ഷാജി, സെക്രട്ടറി KV പ്രസാദ്, K റസാക്ക്, KK രാജേഷ്, KP മുഹമ്മദ് അഷറഫ്, വിജയരാജ് കാളൂർ, ഗജാൻജി, സബീർ ഖാൻ മനാരി. എക്സിക്യൂട്ടീവ് അംഗങ്ങൾ AC A ഷിഗാഫൂർ,
റോഷൻ AP പരപ്പിൻ, രജനികാന്ത്, മുല്ലശ്ശേരി ഗംഗാധരൻ, ഇതിൻ്റെ നമ്മുടെ സംഘടനയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ട് മനോജ്, നിർവാഹക സമിതി അംഗമായിട്ട് സംസ്ഥാന സമിതി നിർവാഹക സമിതി അംഗമായിട്ട് ഹരിദാസൻ. ഇത്ര വരെയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഉള്ള ആൾക്കാരെ ഇതിന് ശേഷം കൃഷ്ണൻ അവരുടെ നേതൃത്വത്തിൽ ഇത് ഗംഭീരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നു. അതോടൊപ്പം KP ഷാജി ഇതിൽ ജനറൽ സെക്രട്ടറിയാണ്. ഇനി ഇവരാണ് ഇതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്. ഇവിടുത്തെ ഫുൾ ചാർജ് മനോജിനാണ്. മനോജും ഫറൂഖുമാണ് ഇവിടുത്തെ ചാർജ് ഉള്ളത്. മനോജ് ഈ സംഘടനയുടെ ഇവിടുത്തെ മെയിൻ കാര്യങ്ങൾ ഓടി നടന്ന് പ്രവർത്തിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. പിന്നെ എല്ലാവിധ സഹകരണവും ഗഫൂറിൽ നിന്ന് പ്രതീക്ഷിക്കാം. നിങ്ങൾ എന്തുണ്ടെങ്കിലും ഗഫൂറിനെ നമ്പർ മേടിച്ച് വയ്ക്കുക. ഗഫൂർ ഏത് സമയം വേണമെങ്കിൽ അടുത്താണ്, ഓടിയെത്തും. എല്ലാവിധ ആശംസകളും ഈ സംഘടനയ്ക്ക് ഇവിടുത്തെ കോഴിക്കോട് ജില്ലയിൽ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് കോൺഗ്രസ്.